വെൽക്കം ബാക്ക്. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഇല്ലാതെ നിൽക്കുന്നതെന്ന് വെച്ച് നമ്മൾ ജസ്റ്റ് എല്ലാവർക്കും ഫാറ്റൊക്കെ ഉണ്ടാകും നമുക്ക് സാധനം. കൂടുതലും നമ്മൾ ബർഗർ, പിസ്സ, അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, കൂടുതലും ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ടാണ് നമുക്ക് ഇതേപോലെ ഫാറ്റും ഇത്ര എനിക്ക് സ്ലിമ്മാണ്. കാരണം ഞാൻ ചെറുതായത് കാരണം എനിക്ക് സ്ലിമ്മാണ്. എനിക്ക് ഫാറ്റൊന്നുമില്ല. അപ്പോഴത്തേനും ഫാറ്റൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എക്സസൈസ് എല്ലാവരും ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരിക്കും. കൂടുതലും പാരൻസും കൂടുതൽ അച്ഛന്മാരും അമ്മമാരും ആയിരിക്കും വിഷമം. കാരണം അവർക്കായിരിക്കും കൂടുതലും ഫാറ്റ് വരാറ്. എൻ്റെ അമ്മയ്ക്കൊക്കെ ശകല ഫാറ്റൊക്കെ കൂടുതലാണ്. അപ്പോഴത്തേനും അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിൽ എന്നാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടായിരിക്കും എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. അല്ല, കാരണം നമ്മുടെ ഫുഡിൽ ഓയിൽ കൂടുതലുള്ള ഫുഡുകളാണ് അതേപോലെ വരുന്നത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലും ജങ്ക് ഫുഡ്സ് ആയിരിക്കും അതിൻ്റെ കാരണം കൂടുതൽ. അപ്പോഴത്തേനും നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കണ്ടേ. അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും ജിമ്മിലൊക്കെ പോകും. പിന്നെ അതേപോലെ യോഗ ഒക്കെ ചെയ്യും, എക്സസൈസ് ചെയ്യും. പക്ഷേ നമ്മൾ ജിമ്മിലൊക്കെ വെറും 500, 1000 രൂപ, 10,000 രൂപയൊക്കെ കൊടുത്ത് ചുമ്മാ ഈ ഡംബൽസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ടിപ്പാണ്. അപ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് തന്നെ ജിമ്മിൽ പോകുന്നവരെല്ലാവർക്കും അറിയാമായിരിക്കും ഗൈസ്. ഫസ്റ്റ് തന്നെ ഉള്ളതെന്ന് പറയുന്നത് പുഷപ്പാണ്. ഞാൻ കാര്യം കാണിച്ചു തരാം. അത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇതായിരിക്കുക. നമ്മൾ ഇങ്ങനെ നിൽക്കരുത്. ഇത്ര അത്യാവശ്യം ഇങ്ങനെ ബോഡി വെക്കുക. എന്നിട്ട് പതുക്കത് ഇത്ര അടിച്ചു തുടങ്ങാം. ഇങ്ങനെ അടിച്ചു തുടങ്ങാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത എക്സസൈസ് പറഞ്ഞാൽ കാലിൽ അത്യാവശ്യം ഈ പോലെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ മുട്ട് മടക്കുക. ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ കൈ കൊണ്ട് കാലെ ഇട്ടിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അതാണ് ഗൈസ് നമ്മുടെ ആ ഒരു എക്സസൈസ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പുള്ളപ്പാണ്. പുള്ളപ്പ് തന്നെയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വാൾ പുഷപ്പ് ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. അതൊക്കെ എല്ലാവർക്കും സിമ്പിളായിരിക്കും. പിന്നെയാണ് ടോ സൈഡ് അല്ലെങ്കിൽ ചേർബോ. കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കാല് ഒത്തിരി അടുപ്പിക്കല് ഇങ്ങനെ വേണം. എന്നിട്ട് ഇങ്ങനെ അടിക്കുക. അത്യാവശ്യം ബോഡി നേരെ വെക്കുക. തലയും കൈയൊക്കെ നേരെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. മുട്ട് മടക്കി താഴോട്ട് നല്ലപോലെ കുനിഞ്ഞടിക്കുക. നടുവ് വളയാൻ പാടില്ല, കാലും പൊങ്ങാൻ പാടില്ല. പിന്നെ അതാണ് ഇത്. അത്യാവശ്യം നമ്മളൊരു 10-50 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം മസിലും ഇച്ചിരി സിക്സ് പാക്ക് വരെ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും. എന്നാൽ മസിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങും. പിന്നെ എല്ലാവരും ഈ കട്ടയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മുടെ മറ്റേ കപ്പിയില്ലേ, വെള്ളം കൊടുക്കും കപ്പി, അതിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് ചെയ്യാൻ വീട്ടിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കയറൊക്കെ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നത്. എൻ്റെ മസിലുണ്ടോ ഗൈസ്? അത്യാവശ്യം ഒന്നും കയറിയിട്ടില്ല, എന്നാലും ഇത്ര ആയിട്ടുണ്ട്. അത്യാവശ്യം കയറിയിട്ടൊന്നുമില്ല, എന്നാലും അത്ര ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. ഞാനിപ്പോൾ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ എനിക്ക് വട്ടായിട്ടില്ല ഗൈസ്. ചെറിയൊരു വീഡിയോ ഇട്ടാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടാണ്. അത്തേനും എന്നാണ് മാക്സിമം നിങ്ങൾക്ക് ആദ്യം പുഷപ്പിൻ്റെ ഒരു എണ്ണം എന്ന് പറയാൻ ആദ്യം ഒരു 5 എണ്ണം എടുക്കുക. എന്നിട്ട് പിന്നെ 10, പിന്നെ 15, പിന്നെ 20, അങ്ങനെ കൂട്ടി പറ്റാൻസ് എടുക്കുക. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ എൽബോയ്ക്കൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര വേദനയും ഇവിടെയൊക്കെ വിരലിനൊക്കെ ഭയങ്കര വേദനയൊക്കെ എടുക്കും. ഒത്തിരി എടുക്കരുത്. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വേദനയൊക്കെ വരും. അപ്പോഴത്തേനും എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേനും ഞാൻ വേറെ ഒരു വീഡിയോസായിട്ട് വരുന്നേക്കാം. ഓക്കെ, ഇറ്റ്സ് മീ ധനുദേവ് സൈനിങ് ഔട്ട്.